സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെയുള്ള വിമർശനം എന്ന പേരിൽ അമ്മയെ ആക്ഷേപിച്ച ആൾക്കെതിരെ പൊട്ടിത്തെറിച്ച ബിഗ് ബോസ് വിജയും സംവിധായകനുമായ അഖിൽമാരാർ. അശോക് കുമാർ തുണ്ടിൽ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമയ്ക്ക് എതിരെയാണ് അഖിൽമാരാർ രംഗത്ത് വന്നിരിക്കുന്നത്. റാപ്പർ വേടനുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇയാൾ അഖിൽമാരാരെ അധിക്ഷേപിക്കുന്ന വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ചെവിക്കല്ല് പൊടിക്കുന്ന തരത്തിൽ അച്ഛൻ അഖിൽമാരാർക്ക് അടി കൊടുക്കണം എന്നതടക്കം പറയുന്ന വീഡിയോ ഇയാൾ പോസ്റ്റ് ചെയ്തത്. സുഖമില്ലാതിരിക്കുന്ന അച്ഛനെയും അമ്മൂമ്മയും നോക്കി ജീവിക്കുന്ന അമ്മയെയാണ് ഇയാൾ അധിക്ഷേപിച്ചിരിക്കുന്നതെന്ന് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ മറ്റു വീഡിയോകളുടെ പേരിലും കേസ് കൊടുക്കുമെന്ന് അഖിൽമാരാർ പറയുന്നു. അച്ഛൻ തടഞ്ഞതുകൊണ്ടാണ് ഇയാളെ മറ്റൊന്നും ചെയ്യാതെ നിയമത്തിന്റെ വഴിക്ക് നീങ്ങുന്നതെന്നും അഖിൽ പറയുന്നു. നിലവിൽ അശോക് കുമാർ എന്ന ആൾക്കെതിരെ പോലീസ് കേസിട്ടുണ്ട്. അഖിൽമാരാരുടെ ഫേസ്ബുക്ക് കുറിക്കാം: പോകുന്ന വഴിയിൽ ആരെങ്കിലും ഡാഷ് ഡാഷ് വെച്ചിട്ട് പോയാൽ ഞാൻ വഴിമാറി നടക്കും. അമ്മ ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയായതുകൊണ്ട് പരിസരം വൃത്തിയാക്കുന്ന അവരുടെ ജോലിയുടെ ഭാഗമായാണ് പോയതുകൊണ്ട് അവരത് കോരിക്കളയാൻ തീരുമാനിച്ചു. ജാതിവെറി മൂത്ത ഒരുത്തൻ എന്നെ തെറി വിളിക്കുക എന്ന ലക്ഷ്യത്തോടാണ് അധിക്ഷേപിച്ചത്. എൻ്റെ അമ്മയായിരുന്നു. ഇവൻ ആരാണെന്ന് എനിക്കറിയില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവൻ്റെ അഡ്രസ്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പോലീസ് കണ്ടെത്തിക്കൊള്ളും. എന്നാലും ഒരു സഹായം നമുക്ക് ചെയ്തു കൊടുക്കാമല്ലോ. സ്ത്രീകളുടെ അന്തസ്ത്, അഭിമാനം, ചാരിത്രം നശിപ്പിക്കും വിധം ലൈംഗിക ചുവയോടെ സംസാരിച്ച ഈ മഹാന് നിലവിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കൊട്ടാരക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കേസിന് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയാൽ പുറത്തുവാ. അതിനുശേഷം മാപ്പ് പറഞ്ഞ വീഡിയോ ഇട്ടില്ലെങ്കിൽ അടുത്ത കേസ് നിന്റെ മറ്റു വീഡിയോയുടെ പേരിൽ ഞാൻ കൊടുക്കും. അഭിപ്രായങ്ങൾക്ക് എതിരഭിപ്രായം പറയാം. അത് ഏതവളയിൽ വിമർശിച്ചാലും സ്വാഗതം. 6 മാസം മുമ്പ് അച്ഛന് ക്യാൻസർ വന്നു. അച്ഛൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പോയി. അമ്മൂമ്മ മറിഞ്ഞു വീണ് സർജറി കഴിഞ്ഞ് കിടക്കുന്നു. ഇവരൊക്കെ ഒറ്റയ്ക്ക് നോക്കി മാനസിക വിഷമത്തിൽ കഴിയുന്ന ഒരു സ്ത്രീയുടെ നോട്ടം കൊണ്ടും ഒരുത്തൻ വിഷമിച്ചാൽ സമയവും സാഹചര്യവും ഒന്നും നോക്കാൻ ഞാൻ നിൽക്കില്ലായിരുന്നു. തടഞ്ഞത് അച്ഛനാണ്. അച്ഛനോട് മനസ്സിൽ തട്ടി നീ ഒരു നന്ദി പറഞ്ഞേക്ക്. നിയമത്തിൻ്റെ വഴിയാണല്ലോ മര്യാദ.